ലോകമാകെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിഭാഗമാണ് പെന്തക്കോസ്ത് സഭകൾ. പെന്തക്കോസ്ത് സഭകളുടെ വിശ്വാസം എന്താണ്? മറ്റു ക്രൈസ്തവ സഭകളുമായി ഏതെല്ലാം കാര്യങ്ങളിൽ പെന്തക്കോസ്ത് സഭ യോജിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ അടിസ്ഥാന പ്രമാണങ്ങൾ എല്ലാം അടിയുറച്ച് വിശ്വസിക്കുന്ന ഫണ്ടമെൻ്റലിസമാകുന്നു പെന്തക്കോസ്ത് പ്രസ്ഥാനം. ഈ തത്വത്തിന് മാറ്റമുള്ള ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അവരാണ് യേശുനാമക്കാർ. സബലിനിസം വിശ്വസിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഏകത്വമാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒരിക്കൽ പിതാവായിട്ടും പിന്നെ പുത്രനായിട്ടും പിന്നെ പരിശുദ്ധാത്മാവായിട്ടും വെളിപ്പെട്ടുവെങ്കിലും ദൈവം ഏകൻ എന്നുള്ള ചിന്ത, ദൈവിക തൃത്വം നിത്യമെന്ന് അവർ കരുതുന്നില്ല. അതുകൊണ്ട് സ്നാനം യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണ് അവർ നടത്തുന്നത്. മറ്റു വിഭാഗങ്ങളെല്ലാം ത്രിയേക ദൈവനാമത്തിൽ ആ ശുശ്രൂഷ നടത്തുന്നു. പക്ഷേ ഇവർ അങ്ങനെയല്ല, യേശുവിൻ്റെ നാമത്തിലാണ് നടത്തുന്നത്. അതുകൊണ്ട് അവർ യേശുനാമക്കാർ അല്ലെങ്കിൽ ഏകത്വവാദികൾ എന്നറിയപ്പെടുന്നു. മറ്റൊരു സാരമായ ഉപദേശം കൂടി പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ വിഭജിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാഭിഷേകം ദൈവകൃപാപ്രവർത്തനങ്ങളിൽ മൂന്നാം സത്യമാണെന്നും, അല്ല പ്രായശ്ചിത്ത മരണത്താൽ എല്ലാം നിവർത്തിക്കപ്പെട്ടതിനാൽ എല്ലാം ഒരുമിച്ച് ലഭിക്കുവാൻ അവകാശമുണ്ടെന്നും പഠിപ്പിക്കുന്ന രണ്ട് ഉപദേശങ്ങൾ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ വിഭജിക്കുന്നു. മാനസാന്തരവും ഹൃദയശുദ്ധീകരണവും കഴിഞ്ഞാലേ പരിശുദ്ധാത്മാവിനെ സാധിക്കുകയുള്ളൂ എന്നതാണ് ചിലരുടെ വാദം. അക്കൂട്ടർക്കിത് മൂന്നാം അനുഭവമാണ്. അമേരിക്കൻ പെന്തക്കോസ്ത് പ്രസ്ഥാനം 50% വീതമായി വിഭജിച്ചാൽ ഈ രണ്ട് ചിന്താഗതികളിടയിൽ നിരയായി നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാദം കഴുകൽ ശുശ്രൂഷ സ്നാനം പോലെ പ്രധാനവും കർത്തൃമേശ പോലെ പരിഗണിക്കപ്പെടേണ്ടതാകുന്നു എന്ന് ചില സഭകൾ പഠിപ്പിക്കുന്നു. കർത്തൃമേശ രാത്രിയിൽ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്ന് ചിലർ പഠിപ്പിക്കുന്നു. ചിലർക്ക് എപ്പോൾ വേണമെങ്കിലും അത് നടത്താം. അപ്പവും വീഞ്ഞും സംബന്ധിച്ച് ചില ആശയക്കാരുണ്ട്. എങ്കിലും തത്വം ഒന്നു തന്നെ. എന്തൊക്കെ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നത്? വേദപുസ്തകത്തിൻ്റെ സമ്പൂർണവും അക്ഷരപ്രകാരവുമുള്ള ദൈവശ്വാസ്യതയിൽ വിശ്വസിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ 2 തീമോത്തിയോസ് 3:11 ദൈവശ്വാസ്യമെന്ന് പറയുന്ന ഭാഗത്ത് തിയോപെനുസ്റ്റോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:7 യഹോവയായ ദൈവം നേരത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് വായിക്കുന്നു. ദൈവം ഊതി എന്നതിൻ്റെ അതേ ആശയമാണ് പൗലോസ് പകർത്തിയിരിക്കുന്നത്. തിരുവെഴുത്തുകളുടെ ഉത്ഭവം ദൈവവിശ്വാസത്തിൻ്റെ മാർമികമായ നിർഗമനമാകുന്നു എന്നതാണ് ദൈവശ്വാസ്യത. തിരുവെഴുത്തിലെ പദങ്ങളും അക്ഷരങ്ങളും വള്ളിപ്പുള്ളിക്ക് ഉത്തരവാദിത്വം ദൈവത്തിനാകുന്നു. മനുഷ്യർ ദൈവാത്മനിയോഗം പ്രാപിച്ച് അവരുടെ കഴിവുകളും ഭാഷകളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവ ദൈവവചന രചനയ്ക്ക് ദൈവം ഉപയോഗിച്ചു. ആകയാൽ ഇനിമേൽ എഴുത്തുകാർക്കല്ല ദൈവപ്രമാണങ്ങൾക്കാണ് ആധികാരികത. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് പറയുവാൻ കാരണം അതാണ്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ്. ഇതാണ് പെന്തക്കോസ്ത് വിശ്വാസം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഏക ദൈവത്തിൽ നിന്നുള്ള 3 പുറപ്പാടാണ് തൃത്വം. 6 സുപ്രധാന സത്യങ്ങൾ ബൈബിളിൽ നിന്ന് തെളിയിക്കുവാൻ കഴിയും. അവ തെളിയിക്കപ്പെട്ടാൽ തൃത്വം തെളിയിക്കപ്പെടും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രഖ്യാപിത സത്യം ദൈവത്തിൻ്റെ ഏകത്വമാണ്. ബഹുദൈവവാദത്വം സർവ്വദേവതാവാദവും പ്രബലമായിരിക്കുന്ന ഭൂമിയിൽ ഏകദൈവം എന്ന സത്യം ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മസ്വരൂപിയായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവ വെളിപ്പാട് എന്ന മഹത്തായ മാധ്യമത്തിലൂടെ ഗ്രഹിക്കുന്നവർക്ക് ത്രിയേക ദൈവത്തെ കണ്ടെത്താൻ കഴിയും. പഴയ നിയമത്തിൽ ഏലോഹീം
എന്ന പേരിൽ ബഹുത്വം ഉണ്ട്. നാം നമ്മിൽ എന്ന് പറയുന്നതിൽ ബഹുത്വമുണ്ട്. യഹോവ യഹോവയായ കർത്താവ് ആത്മാവ് എന്ന് പറയുന്ന ഭാഗത്ത് ബഹുത്വം. ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യം 27 വാക്യം, 3-ാം അധ്യായം 22-ാം വാക്യം, 11-ാം അധ്യായം 7-ാം വാക്യം, യെശയ്യാവ് 48-ാം അധ്യായം 16-ാം വാക്യം. തൃത്വം പഴയ നിയമത്തിൽ ഒരു മർമ്മമായിരുന്നു. പുതിയ നിയമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുന്നു. ഇരിക്കുന്നവൻ വരുന്നവനുമായവൻ, ആത്മാക്കൾ, വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നയാൾ. ഇങ്ങനെ 3 ആളത്വങ്ങളെ കാണിക്കുന്നു. ഇത് സത്യമാകുന്നു. പുത്രൻ പിതാവിനോട് സമത്വമുള്ളവൻ, പുത്രത്വം അനാദിജനനമാകുന്നു എന്നും പുത്രന് ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടെന്നും പുത്രത്വം എന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു പുറപ്പാടാകുന്നു എന്നും വിശ്വസിക്കുന്നു. പുത്രനെ ദൈവം എന്ന് സമർത്ഥിക്കുവാൻ യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 18 വരെയുള്ള ഭാഗത്ത് 7 തെളിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1. ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു, വാക്യം 1. 2. ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നിത്യതയിൽ ഒരു ഘടകമാണ് സമയം. സമയത്തിൻ്റെ ആരംഭത്തിനാണ് ആദിയിൽ എന്ന് പറയുന്നത്. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്ന് യോഹന്നാൻ 17:5 വായിക്കുന്നു. ഇത് പുത്രത്വത്തിൻ്റെ നിത്യതത്തെ കാണിക്കുന്നു. വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ദൈവത്തോടുകൂടെ സമത്വത്തിലായിരുന്നു എന്ന് പറയാം. ഫിലിപ്പിയർ 2-ാം അധ്യായം 6-ാം വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായി, വാക്യം 3. ദൃശ്യവും അദൃശ്യവുമായി എല്ലാം സൃഷ്ടിച്ചത് പുത്രൻ. കൊലോസ്യർ 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ, എബ്രായർ 1-ാം അധ്യായം 2-ാം വാക്യം. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന് വിളിക്കുന്നത് മൂലഭാഷയിൽ ആരംഭകൻ എന്നർത്ഥം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, വാക്യം 4. പിതാവിന് തന്നിൽ തന്നെ ജീവൻ എന്നതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ, യോഹന്നാൻ 5:26. ജീവൻ്റെ ഉറവിടം എന്ന നിലയിൽ അവിടുന്ന് ദൈവമാവുന്നു. വെളിച്ചം, വാക്യം 4. സാക്ഷാൽ വെളിച്ചമാണ് ദൈവം, 1 യോഹന്നാൻ 1:5. ഏകജാതനായ ദൈവം, വാക്യം 18. ഇവിടെ ദൈവ വെളിപ്പാട് എന്ന് ക്രിസ്തുവിനെ ചിന്തിക്കൂ. മൂലഭാഷയിൽ ഏകജാതനായ ദൈവം എന്നാണ്. ദൈവത്തോട് സമത്വമുള്ളവൻ എന്നാണ് ഏകജാതൻ എന്നതിൻ്റെ അർത്ഥം. യോഹന്നാൻ 5-ാം അധ്യായം 18-ാം വാക്യം. ദൈവസത്തയിൽ നിന്നുള്ള 3-ാമത്തെ പുറപ്പാടാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്നും ആകുന്നു എന്നും പുത്രനിൽ നിന്നുകൂടിയാകുന്നു എന്നും 2 വാദങ്ങളുണ്ട്. യോഹന്നാൻ 14-ാം അധ്യായം 26-ാം വാക്യം, യോഹന്നാൻ 15-ാം അധ്യായം 26-ാം വാക്യം. ഇതുമായി റോമർ 8-ാം അധ്യായം 9-ഉം ഗലാത്യർ 4-ാം അധ്യായം 6-ഉം കൂടി ചേർക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, ദൈവത്വം, നിത്യത്വം, സർവശക്തി, സർവ്വവ്യാപിത്വം, സർവജ്ഞത, മാറ്റമില്ലായ്മ എന്നീ മഹൽ സത്യങ്ങൾ വിശ്വസിക്കുന്നു. ഇത് പരിശുദ്ധാത്മയുഗം ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നും ആത്മവരങ്ങൾ പ്രാപിക്കണമെന്നും വിശ്വസിക്കുന്നു. അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു അടയാളമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. യുഗാന്ത്യത്തിൽ ദൈവജനങ്ങളിൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവാത്മാവിൻ്റെ സമൂല പകർച്ച ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്നു. പ്രപഞ്ചവും ആത്മലോകവും ദൃശ്യവും അദൃശ്യവുമായത് ഒക്കെയും ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും പദാർത്ഥവും പിന്നെ ജീവനും ദൈവം സൃഷ്ടിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ആരംഭവും അവസാനവും ഇല്ലാത്ത നിത്യതയിൽ സൃഷ്ടിപ്പാനും സൃഷ്ടിജാലങ്ങൾക്കുമായി ദൈവം സമയം വേർതിരിച്ചു. സമയത്തിൻ്റെ ആരംഭമാണ് ആദിയിൽ എന്ന പദത്തിൽ അർത്ഥമാക്കുന്നത്. ഇനി കാലമുണ്ടാകിയില്ല എന്ന് പറയുന്ന ഘട്ടം മുതൽ സമയം അവസാനിക്കുന്നു. പിന്നെ നിത്യത. വെളിപ്പാട് 10-ാം അധ്യായം 6-ാം വാക്യം, ആദിയിൽ പദാർത്ഥമായവ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. ലൂസിഫർ പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാരനായി. ലൂസിഫറിൻ്റെ പാപം നിമിത്തം ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. അവയെ പുനഃസൃഷ്ടിപ്പ് മൂലം പുതുതാക്കി. അതിനുപയോഗിച്ച പദങ്ങളാണ് ഉണ്ടാക്കി നിർമ്മിച്ചു എന്നത്. 5-6 ദിവസങ്ങളിൽ ജന്തുജീവനെയും മനുഷ്യജീവനെയും സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവസ്വരൂപവും സാദൃശ്യവും ഉള്ളവനായി സൃഷ്ടിക്കപ്പെട്ടു. നിഷ്പാപ അവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അനുസരണക്കേട് നിമിത്തം മനുഷ്യൻ പാപിയായി. സകല മനുഷ്യരും പാപം ചെയ്യുവാൻ വഴിയൊരുക്കുകയായിരുന്നു ആദാം.
പാവത്തിൻ്റെ ഫലം മരണം, ആത്മമരണം, ശരീരമരണം, വിശ്വാസിക്ക് സ്വയം മരിക്കൽ, ദുഷ്ടന് രണ്ടാം മരണം. ഇങ്ങനെ പഠിപ്പിക്കുന്നു. മാനസാന്തരം. പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെടേണ്ടതാണ്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ഘടകം അവൻ്റെ മനസ്സാണ്. കാപഠ്യം നിറഞ്ഞതാണ് മനസ്സ്. തെറ്റുകൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ദുഷ്ടമനസ്സാണ്. ആ മനസ്സ് നുറുങ്ങി കുറ്റസമ്മതം ചെയ്യണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. മൂലഭാഷയനുസരിച്ച് തിരയുക, പുറംതിരയുക, മടങ്ങി വരിക എന്നർത്ഥം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്ന സൂചന. അറിവിന് അനന്തരം എന്ന ഗ്രീക്കിലർത്ഥം. ചിത്തഭ്രമത്തിൽ നിന്നും വിമുക്തമാകുക എന്ന് ചില ഭാഷകളിൽ മാനസാന്തരത്തിന് അർത്ഥമുണ്ട്. മാനസാന്തരപ്പെടുന്നയാൾ മനസ്സാക്ഷിയുടെ വലയത്തിൽ എത്തിച്ചേരുന്നു. ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിയുടെ മേൽ ദൈവം നൽകുന്ന ഉത്തരമാണ് സ്നാനം. പുറമേയുള്ള കഴുകലല്ല, മനസ്സാക്ഷിയുടെ ചലനമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏൽക്കുന്ന ബാപ്തിസ്മ. 1 പത്രോസ് 3:21. പരിശുദ്ധാത്മദാനം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും കേന്ദ്ര സത്തയാണ് മനുഷ്യാത്മാവ്. മനുഷ്യാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുന്നതാണ് ആത്മനിറവ്. ബഹുവിധമായ ദാനങ്ങളോടെ പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ അധിവസിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിച്ച് തന്നെയാണ് ഈ അദൃശ്യശക്തി നമ്മിൽ വന്നു ചേരുന്നത്. പെന്തക്കോസ്ത് നാൾ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുക. കൊടിയ കാറ്റ്, മുഴക്കം പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു. സംസാരിച്ചു തുടങ്ങി എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ കാതുകൾക്ക് മുഴക്കം, കണ്ണുകൾക്ക് പ്രത്യക്ഷമായി, ത്വക്കിന് അനുഭവപ്പെടുമാർ പതിഞ്ഞു, നാവുകൾക്ക് സംസാരശേഷി അനുഭവപ്പെട്ടു. കാറ്റ് അവരുടെ ഉള്ളിൽ ശ്വസനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഉൾപ്രവേശനത്തെ സൂചിപ്പിക്കുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് വിലപ്പെട്ട ഉപദേശമാണ് പരിശുദ്ധാത്മശാസ്ത്രം. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ. വേർപാട് ജീവിതം കൊണ്ട് വിശുദ്ധ ജീവിതത്തെയാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക, അശുദ്ധമായതിൽ നിന്നും വേർപെടുക, ദൈവനാമം നമ്മിൽ വേർപെട്ട് നിന്ന് കാണിക്കുക എന്നെല്ലാം വിശുദ്ധി എന്ന പദത്താൽ മനസ്സിലാക്കണം. ദൈവനാമം നമ്മിൽ വേർപെട്ട് നിന്ന് കാണിക്കുക എന്നെല്ലാം വിശുദ്ധി എന്ന പദത്തിൽ മനസ്സിലാക്കണം. കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർ വേർപാട് ജീവിതത്താൽ രക്ഷയുടെ നില ഭദ്രമാക്കുന്നു. അവരുടെ രക്ഷാപൂർത്തിക്കായി ക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാവും. അപ്പോസ്തോലിക ഉപദേശവും കൂട്ടായ്മയും. രക്ഷിക്കപ്പെട്ട ഒരു സഭാംഗം സഭയിൽ തന്നെ ഉപദേശം പ്രാപിക്കണം. വളർച്ചയ്ക്കുള്ള ആഹാരം വചനം തന്നെ ആയിരിക്കണം. മായമില്ലാത്ത പാൽ ആധികാരികമായി തന്നെ ലഭിക്കണം. പുതിയ സാമൂഹിക ജീവിതം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ദൈവത്തോടുള്ള പിരിയ ബന്ധമാണ് കൂട്ടായ്മ. അപ്പം നുറുക്ക്, തിരുവത്താഴം, കർത്തൃമേശ, ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂട്ടായ്മ, ക്രൂശുമരണത്തിൻ്റെ സ്മരണ, ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ പങ്കാളിത്തം. ഇങ്ങനെ വലിയ ഒരു പ്രഖ്യാപന തത്വമാണ് കർത്തൃമേശയിൽ നടക്കുന്നത്. നിയമം തെറ്റിയാൽ കർത്തൃമേശ ഭൂതങ്ങളുടേതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപദേശത്തെ വിവേചിക്കണം. 1 കൊരിന്ത്യർ 10:14-15 വാക്യങ്ങൾ. ശരീരത്തെ വിവേചിക്കണം. 11:29 വാക്യം. അയോഗ്യമായി ഇതിൽ പങ്കുചേരുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും. അതും മരണം വരെ സംഭവിക്കാം. പ്രാർത്ഥന. വിശ്വാസിയുടെ പ്രാർത്ഥന 4 സന്ദർഭങ്ങളിലാണ്. 1. നിരന്തര പ്രാർത്ഥന. എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ഇതിൽ ചിന്തിക്കുന്നത്. വിരാമമില്ലാത്ത പ്രാർത്ഥന. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠം ഹൃദയത്തിലുണ്ടായിരിക്കണം. 2. രഹസ്യ പ്രാർത്ഥന. തനിയെ രഹസ്യമായി നടത്തുന്നതും ഏത് രഹസ്യങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3. കുടുംബ പ്രാർത്ഥന. വളരെ ബുദ്ധി ഉപയോഗിക്കേണ്ടതും തികച്ചും നിയന്ത്രിതവുമായിരിക്കണം. 4. പരസ്യ പ്രാർത്ഥന. ഏറ്റവും ഹൃസ്യം, മധുരം, വ്യക്തമായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിൽ വിശ്വസിക്കുന്നു. മഹോപദ്രവത്തോടനുബന്ധിച്ച് കർത്താവിൻ്റെ മടങ്ങിവരവിനെ പഠിക്കുകയാണ് പതിവ്. മഹോപദ്രവ കാലത്തിന് മുമ്പ് രഹസ്യ വരവും, രണ്ടാമത്തേത് മഹോപദ്രവ കാലത്തിന് മധ്യത്തിൽ കർത്താവ് വരും. 3. മഹോപദ്രവ കാലത്തിന് ഒടുവിൽ കർത്താവ് വരുമെന്നുള്ള അഭിപ്രായം. ഇതിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ മഹോപദ്രവത്തിന് മുമ്പ് രഹസ്യവരവും മഹോപദ്രവ കാലത്തിന് ശേഷം പരസ്യ പ്രത്യക്ഷതയും സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭൂമിയിൽ ഒരു മഹോപദ്രവ കാലമുണ്ടാകും.
അത് 7 വർഷം നീണ്ടു നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇസ്രയേലിനും യെരുശലേമിനും നിശ്ചയിക്കപ്പെട്ട 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ഒരു ആഴ്ചവട്ടം. അത് 7 വർഷമുള്ള കാലമായിരിക്കും. ആ കാലം ഭൂമിക്ക് മുഴുവൻ ബാധിക്കുന്ന സമയങ്ങളായിരിക്കും. 7 മുദ്രകൾ പൊട്ടിക്കുക, 7 കാഹളങ്ങൾ ഊതുക, 7 ക്രോധ കലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുക തുടങ്ങി 21 പ്രധാന സംഭവങ്ങളും 23 സമാന്തര സംഭവങ്ങളും കൂട്ടി 44 സംഭവങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളിൽ നടക്കണം. അത് ദൈവത്തിൻ്റെ പ്രതികാല നാളുകളായിരിക്കും. ദൈവം കോപിച്ചിരിക്കുന്ന ദിവസങ്ങൾ, പിശാച് മനുഷ്യവർഗത്തെ പരീക്ഷിക്കുന്ന ദിവസങ്ങൾ. ദൈവപക്ഷം നിൽക്കുന്ന 2 കൂട്ടം ജനങ്ങൾ അന്നുണ്ടായിരിക്കും. ഇസ്രയേലിലെ 1,44,000 മുദ്രയിടപ്പെട്ടവർ എടുക്കപ്പെടും. എണ്ണമറ്റ രക്തസാക്ഷികൾ ഈ കാലം ആരംഭിക്കും മുമ്പ് ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഈ 3 കൂട്ടർ കഴിഞ്ഞാൽ ദുഷ്ടന്മാരെയാണ് അവശേഷിപ്പിക്കുന്നത്. മഹോപദ്രവത്തിൻ്റെ അവസാനം ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ഈ ഭൂമിയുടെ ആധിപത്യം അവിടുന്ന് ഏറ്റെടുക്കും. 1000 വർഷം നീതിയുടെ ഭരണം നടത്തും. ആ സമയത്ത് പിശാച് ബന്ധിതനാണ്. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും ന്യായവിധി നടക്കും. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം വിധി വരും. വിധിയുടെ സന്ദർഭങ്ങൾ വേറെ വേറെ ആയിരിക്കും. ദുഷ്ടന്മാർ നിത്യനാശത്തിൽ പ്രവേശിക്കും, നീതിമാന്മാർ ജീവനിൽ എത്തിച്ചേരും. രണ്ടും നിത്യത തന്നെ. നീതിമാന്മാർ നിത്യയുഗങ്ങൾ സ്വർഗസ്വസ്ഥത അനുഭവിച്ച് ദൈവത്തോടു കൂടെ വാഴും. ഇതാണ് പെന്തക്കോസ്ത് സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും